ഹായ്, ഐ ആം അനുഷ. അപ്പം നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് 6th മൊഡ്യൂളായ കമ്മ്യൂണിക്കേറ്റിംഗ് വാല്യൂ ഓർ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ എന്നതിലെ സ്ട്രാറ്റജീസ് ഫോർ റൂറൽ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് സെയിൽസ് പ്രൊമോഷൻ എന്നീ രണ്ട് ടോപ്പിക്കുകളാണ്. അപ്പോൾ നമുക്ക് എന്താണ് സ്ട്രാറ്റജീസ് ഫോർ റൂറൽ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ എന്ന് നോക്കാം. In planning the rural marketing communication strategy, greater care should be taken. A company should plan a judicious mix of both conventional and non-conventional media. A good media mix is very important to create the impact on rural minds. അതായത് ഇതിലെന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എ കമ്പനി ഷുഡ് പ്ലാൻ എ ജുഡീഷ്യസ് മിക്സ് ഓഫ് ബോത്ത് കൺവെൻഷണൽ ആൻഡ് നോൺ കൺവെൻഷണൽ മീഡിയ എന്ന് പറയുന്നുണ്ട്. അതായത് ട്രഡീഷണൽ ആൻഡ് നോൺ ട്രഡീഷണൽ മീഡിയ യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ റൂറൽ മാർക്കറ്റിൽ അഡ്വർടൈസ് ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. എന്നാൽ ഈ റൂറൽ ഏരിയാസിലുള്ള കസ്റ്റമേഴ്സിൻ്റെ മൈൻഡിൽ പ്രോഡക്റ്റിനെ പറ്റി ഒരു ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് റൂറൽ മാർക്കറ്റിൽ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ അഡോപ്റ്റ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് ദ കമ്മ്യൂണിക്കേഷൻ ഷുഡ് ബി ഇൻ റീജിയണൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്. അതായത് റൂറൽ ഏരിയാസിലുള്ള കസ്റ്റമേഴ്സ് എന്ന് പറയുമ്പോൾ എല്ലാവരും വെൽ എഡ്യൂക്കേറ്റഡ് ആവണമെന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാവണം റൂറൽ മാർക്കറ്റിൽ ഏതൊരു പ്രോഡക്റ്റും ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്. സെക്കൻഡ് പോയിൻ്റ് എന്ന് പറയുന്നത് ഓൺലി ദ ഫങ്ഷണൽ ബെനിഫിറ്റ് ഷുഡ് ബി അഡ്വർടൈസ്ഡ്. അതായത് ഒരു പ്രോഡക്റ്റിനെ പറ്റി കൂടുതൽ സയൻറ്റിഫിക് ആയിട്ട് പറയാണ്ട് അതിൻ്റെ മെയിൻ ഫങ്ഷൻസ് മാത്രം അവർക്ക് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. തേർഡ് പോയിന്റ് പറയുന്നത് ഇൻസ്റ്റെഡ് ഓഫ് അഡ്വർടൈസിങ് ഡ്രീംസ് ദ പ്രോഡക്റ്റ് ഷുഡ് ബി ഡെമോൺസ്ട്രേറ്റഡ്. ദിസ് വിൽ റേസ് ദ അവയർനെസ് ഓഫ് റൂറൽ കസ്റ്റമേഴ്സ്. അതായത് പ്രോഡക്റ്റിനെ എങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ളത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കുക. ഇത് അവരുടെ അവയർനെസ് ഇൻക്രീസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും എന്ന് പറയുന്നുണ്ട്. ഫോർത്ത് പോയിന്റ് പറയുന്നത് ബോത്ത് ട്രഡീഷണൽ മീഡിയ ആൻഡ് കൺവെൻഷണൽ മീഡിയ മേ ബി യൂസ്ഡ്. ഇൻ ഷോർട്ട് ഇറ്റ് ഈസ് ബെറ്റർ ടു യൂസ് മാസ് മീഡിയ. ഫോർത്ത് പോയിന്റിൽ മാസ് മീഡിയ ഒക്കെ യൂസ് ചെയ്ത് അഡ്വർടൈസ് ചെയ്യുന്നതിനേക്കാൾ ബെറ്റർ ഈ ട്രഡീഷണൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ട്രഡീഷണൽ മീഡിയ അല്ലെങ്കിൽ കൺവെൻഷണൽ മീഡിയ യൂസ് ചെയ്തുകൊണ്ട് വേണം അഡ്വർടൈസ് ചെയ്യാൻ എന്നാണ് ഫോർത്ത് പോയിന്റ് പറയുന്നത്. ഫിഫ്ത്ത് പോയിന്റ് റോഡ് ഷോ പോലുള്ള കാര്യങ്ങളിലൂടെയൊക്കെ റൂറൽ മാർക്കറ്റിൽ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ റൂറൽ മാർക്കറ്റിങ്ങിലുള്ള കസ്റ്റമേഴ്സ് അവർക്ക് തന്നെ എത്രത്തോളം ആ പ്രൊഡക്റ്റ് എഫക്റ്റീവ് ആയിരിക്കും എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പറ്റും എന്നാണ് ഫിഫ്ത്ത് പോയിന്റിൽ പറയുന്നത്. സിക്സ്ത് പോയിന്റ് മേലാസ് ആൻഡ് ഫെസ്റ്റിവൽസ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഗിവിങ് പബ്ലിസിറ്റി ടു ദ പ്രൊഡക്റ്റ്. പ്രൊഡക്റ്റിന് ഈ മേലാസ് ഈ അവരുടെ ഫെസ്റ്റിവൽസിലൂടെയൊക്കെ പബ്ലിസിറ്റി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്ന് പറയുന്നുണ്ട്. സെവൻത്ത് പോയിന്റിൽ പറയുന്നത് സം സർവീസസ് ക്യാൻ ബി റെൻഡേർഡ് ടു ദ പബ്ലിക് അറ്റ് ഫ്രീ ഓഫ് കോസ്റ്റ്. ഫ്രീ ഓഫ് കോസ്റ്റിൽ സർവീസ് ചെയ്യാനായിട്ട് നോക്കുക. അതാകുമ്പോൾ കൂടുതൽ ഈ റൂറൽ ഏരിയാസിലുള്ള കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാനായിട്ട് പറ്റും എന്ന് പറയുന്നുണ്ട്. നമ്മുടെ ടെക്സ്റ്റിലൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ഈ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ഒക്കെ ആയിട്ടുള്ള ഗേൾസിന് സ്റ്റിച്ചിങ്ങിലും സ്വീയിങ്ങിലും ഒക്കെ ഫ്രീ ആയിട്ട് ഡിപ്ലോമ കോഴ്സ് ഓഫർ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിലൂടെ തന്നെ അവർക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രൊമോഷനൊക്കെ കിട്ടുമെന്നാണ് പറയണത്. എയ്ത്ത് പോയിന്റ് പറയണത് ഇതുപോലുള്ള ഒരുപാട് വേറെ മെത്തേഡ്സ് റൂറൽ പ്രൊമോഷനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ റീറ്റെയിലായിട്ട് സെയിൽസ് ഡിസ്പ്ലേ ചെയ്യുക, പിന്നെ ലോക്കൽ ഇവൻറ്റ്സിലൊക്കെ സ്പോൺസർഷിപ്പിലൂടെ പിന്നെ പേഴ്സണൽ സെല്ലിങ്, അതും ഈ റൂറൽ മാർക്കറ്റിൽ ബെറ്റർ റിസൾട്ട് കൊണ്ടുവരാനായിട്ട് പറ്റുമെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് സ്ട്രാറ്റജീസ് ഫോർ റൂറൽ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ടോപ്പിക്ക് സെയിൽസ് പ്രൊമോഷനാണ്. അപ്പോൾ സെയിൽ പ്രൊമോഷൻ എന്താണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. പ്രൊമോഷൻ മിക്സിൽ ഒരു മെയിൻ കോമ്പണൻ്റ് ആണ് ഈ സെയിൽസ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. ഇത് ഷോർട്ട് ടേം ടൂളാണ്. ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഷോർട്ട് ടേം ടൂളാണ് ഈ സെയിൽ പ്രൊമോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് അതിൻ്റെ മീനിങ് നോക്കാം നമുക്ക്. സെയിൽസ് പ്രൊമോഷൻ സിംപ്ലി മീൻസ് ദ ടൂൾ ആൻഡ് ടെക്നിക്സ് ടു പ്രൊമോട്ട് സെയിൽ. സെയിൽസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ടൂളാണ് ഈ സെയിൽ പ്രൊമോഷൻ എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ ടൂൾ ആൻഡ് ടെക്നിക് ടു പ്രൊമോട്ട് സെയിൽ. അതിന് റോഗർ എ സ്ട്രാങ് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. എന്താണ് സിമ്പിളായിട്ട് ഡിഫൈൻ ചെയ്യുന്നുണ്ട് റോഗർ എ സ്ട്രാങ് എന്താണ് സെയിൽ പ്രൊമോഷൻ എന്ന്. അക്കോർഡിംഗ് ടു ഹിം സെയിൽ പ്രൊമോഷൻ ഈസ് എ ഷോർട്ട് ടേം ഇൻസെൻറ്റീവ് ടു എൻകറേജ് പർച്ചേസ് ഓർ സെയിൽ ഓഫ് എ പ്രോഡക്റ്റ് ഓർ സർവീസസ്. പ്രോഡക്റ്റോ സർവീസോ അല്ലെങ്കിൽ സെയിലോ പർച്ചേസിനെയൊക്കെ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഷോർട്ട് ടേം ഇൻസെൻറ്റീവാണ് ഈ സെയിൽ പ്രൊമോഷൻ എന്നാണ് റോഗർ എ സ്ട്രാങ് അഭിപ്രായപ്പെടുന്നത്. അതുപോലെ തന്നെ അമേരിക്കൻ മാർക്കറ്റിംഗ് അസോസിയേഷൻ അവരെന്താ ഈ സെയിൽസ് പ്രൊമോഷനെ കുറിച്ച് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സണൽ സെല്ലിംഗ്, അഡ്വർടൈസിങ്, പബ്ലിസിറ്റി, ഡെമോൺസ്ട്രേഷൻ അതൊന്നും അല്ലാതെ
കസ്റ്റമേഴ്സിന് എഫക്റ്റീവായിട്ടുള്ള ഷോസ്, എക്സിബിഷൻസ്, ഡെമോൺസ്ട്രേഷൻസ് അങ്ങനെയുള്ളതിനെയൊക്കെ ഇവർ സെയിൽ പ്രൊമോഷൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ സെയിൽ പ്രൊമോഷൻസ് എന്ന് പറയുന്നത് കസ്റ്റമേഴ്സിന് എക്സ്ട്രാ വാല്യൂ നൽകുന്ന ഒന്നാണ്. അതുമാത്രമല്ല ഡീലേഴ്സിനും സെയിൽസ് ഫോഴ്സിനും ഒരു ഇമ്മീഡിയറ്റ് സെയിൽ ക്രിയേറ്റ് ചെയ്യാൻ എന്നുള്ള ഒരു ഒബ്ജക്റ്റീവ് കൂടെ നൽകുന്നുണ്ട്. അപ്പോൾ ഈ സെയിൽ പ്രൊമോഷൻ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ സെയിലിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സെയിലിനെ പ്രൊമോട്ട് ചെയ്യാനുള്ള ആക്ടിവിറ്റീസിനെയൊക്കെ നമ്മൾ ഈ സെയിൽസ് പ്രൊമോഷൻ എന്നാണ് പറയുക. താങ്ക് യു.